അഡ്വക്കേറ്റ് പ്രിജി, ഈ കാര്യത്തിൽ ഇപ്പോൾ മിഥുൻ വിജയകുമാർ പറയുന്നത് പോലെ ആണോ ഈ കാര്യങ്ങൾ മുന്നോട്ട് കാണേണ്ടത്? താങ്കൾ ഒരു അഭിഭാഷകൻ കൂടിയാണല്ലോ. അദ്ദേഹം പറഞ്ഞ 3 പോയിന്റുകൾ. ഒന്ന്, ഒരു കേസിൽ പ്രതിയെ പരിശോധിക്കുമ്പോൾ അയാളുടെ ക്രിമിനൽ ആന്റിസിഡൻസ് പരിശോധിച്ചിട്ടല്ല ഒരു കേസിന്റെ അന്വേഷണവും അതുമായി ബന്ധപ്പെട്ട നടപടികളും പോകുന്നത് എന്നാണ്. നമ്മുടെ നാട്ടിലെ ക്രിമിനൽ നടപടി നിയമം അനുസരിച്ചും അതോടൊപ്പം തന്നെ ഇപ്പോൾ നമ്മുടെ കോടതികൾ പരിശോധിക്കുന്നതും അതോടൊപ്പം പോലീസ് പരിശോധിക്കുന്നതും ഒരു ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷന്റെ തുടക്കം മുതൽ ഒടുക്കം വരെയും ഒരു പ്രതിയുടെ ക്രിമിനൽ ആന്റിസിഡൻസ്, അയാളുടെ സ്വഭാവ രീതികൾ, അയാളുടെ ക്രിമിനൽ വാസനകൾ, ഇതൊക്കെ തന്നെ പരിശോധിച്ചുകൊണ്ട് തന്നെയാണ് കേരളത്തിലായാലും ഇന്ത്യയിലായാലും ലോകത്താകമാനമുള്ള ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷനും അതോടൊപ്പം തന്നെ കൺവിക്ഷനും നടക്കുന്നത്. ഒരേ ഒരു കേസിൽ പ്രതിയായ ഒരാൾക്ക് കിട്ടുന്ന പരിഗണന ഒരിക്കലും അതേ സ്വഭാവത്തിലുള്ള, അതാണ് ശ്രദ്ധിക്കേണ്ടത്, സമാന സ്വഭാവത്തിലുള്ള ക്രിമിനൽ ആന്റിസിഡൻസ്. ഇതിനകത്ത് വളരെ രസകരമായി ക്രിമിനൽ പ്രാക്ടീസ് ചെയ്യുന്ന ഒരാളെന്നുള്ള നിലയിൽ എനിക്ക് കാണാൻ കഴിഞ്ഞ രസകരമായ ഒരു സമാനത, ഇദ്ദേഹം ഈ തരത്തിൽ ശല്യപ്പെടുത്തുന്നതെല്ലാം സ്ത്രീകൾ കൂടി ഉൾപ്പെടുന്ന സംഘത്തെയാണ് എന്നുള്ളതാണ്. അതല്ലെങ്കിൽ സ്ത്രീകൾ ചേർന്ന് വരുന്ന കേസുകളാണ് ഇയാളുടെ ആന്റിസിഡൻസ് ആയി ഉള്ളത് എന്നത് നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടി വേണം മനസ്സിലാക്കാൻ. നേരത്തെ പറഞ്ഞതുപോലെ ഒരു സ്ത്രീയോട് ഈ പറയുന്ന ബസ് ഡ്രൈവർ പ്രവർത്തിച്ചത് എങ്ങനെയാണ് എന്ന് നമുക്ക് ഈ ചാനലിൽ ഇരുന്ന് വായിക്കാൻ കൊള്ളാത്തത്ര വൃത്തികെട്ട ഒരു ആക്ട് ചെയ്ത ഹിസ്റ്ററി ഉള്ള ഒരാൾ, അയാൾ പിന്നീട് ചെയ്തത് ഒരു നടിയോട് ഇത് തന്നെ ചെയ്തു. അതോടൊപ്പം തന്നെ ഞാൻ കേട്ട വേറൊരു ശബ്ദരേഖ, KSRTCയുടെ തൃശൂർ ഡിപ്പോയിൽ ഒരു വണ്ടി മാറ്റിയിടുന്നതുമായി അയാളുടെ ഒരു സഹപ്രവർത്തകൻ മാധ്യമങ്ങൾക്ക് കൊടുത്തിട്ടുള്ള ഒരു ശബ്ദശകലവും ഞാൻ കേൾക്കാനിടയായി. അപ്പോൾ ഇതെല്ലാം ചേർത്ത് വെച്ച് നമ്മൾ പരിശോധിക്കുമ്പോൾ അയാളുടെ സമാനത എന്ന് പറയുന്നത് സ്ത്രീകളോട് ഈ തരത്തിൽ മോശമായി പെരുമാറുക, അതുപോലെ തന്നെ റാഷ് ആൻഡ് നെഗ്ലിജന്റ് ആയിട്ട് വാഹനം ഓടിക്കുക എന്ന് പറയുന്നത് ഒരു സ്ഥിരം സ്വഭാവമാക്കി മാറ്റിയിട്ടുള്ള ഒരു കുറ്റവാളി. ഓരോരുത്തർക്കും ഓരോ തരത്തിലായിരിക്കും കുറ്റകൃത്യത്തിലുള്ള വാസനകൾ. ഇപ്പൊ മോഷ്ടാവ്, ചില മോഷ്ടാക്കൾ വീട്ടിൽ കയറി പാചകം ചെയ്ത് കഴിച്ചിട്ടായിരിക്കും അവിടെ മോഷണം നടത്തുന്നത്. ചില മോഷ്ടാക്കൾ വീടിന്റെ പിറകിലത്തെ ഡോർ മാത്രം പൊളിച്ചേ അവരകത്ത് കയറും. ഈ തരത്തിലുള്ള സമാനതകൾ പരിശോധിച്ചുകൊണ്ടാണ് പലപ്പോഴും ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷനും അതോടൊപ്പം തന്നെ ക്രിമിനൽ കൺവിക്ഷനുകളും നമ്മുടെ നാട്ടിലെന്നല്ല ലോകമാകമാനമുള്ള ജൂറിസ്പ്രൂഡൻസിലുള്ളത്. പിന്നീട് രണ്ടാമത് അദ്ദേഹം പറഞ്ഞത്, ഈ കേസിലെ മേയർ ലഹരി ഉപയോഗിച്ചു എന്നുള്ള ഒരു ആരോപണം ഈ ഡ്രൈവർക്കെതിരെ ആദ്യം ഉയർത്തി. എന്നാൽ അത് ഡോക്ടർ പരിശോധിച്ചപ്പോൾ അദ്ദേഹം ലഹരി ഉപയോഗിച്ചതായി കണ്ടെത്തിയില്ല. അതുകൊണ്ട് മേയർ പറഞ്ഞതെല്ലാം തന്നെ കളവാണ് എന്നുള്ള വളരെ ഫ്ലിംസി ആയിട്ടുള്ള ഒരു കാര്യമാണ് അദ്ദേഹം പറയുന്നത്. കാരണം ലഹരി ഉപയോഗിച്ചതായി മേയർക്ക് അപ്പോൾ തോന്നി. അത് നമ്മളെല്ലാവരും, അദ്ദേഹം ഈ ഡിജിറ്റൽ എവിഡൻസിനെയാണല്ലോ അദ്ദേഹം റിലേ ചെയ്യുന്നത്. ആ ഡിജിറ്റൽ എവിഡൻസിൽ അദ്ദേഹം ഒരു കവറെടുത്ത് കളയുന്നത് കേരളത്തിലെ ലോകത്തിലെ എല്ലാ ആളുകളും ഡിജിറ്റൽ എവിഡൻസിൽ കണ്ടു. അത് കണ്ട ഇതിനകത്തെ വിക്ടിമായിട്ടുള്ള മേയർക്ക് തോന്നി അത് ഒരു ലഹരി ഉപയോഗിച്ചതിന് ശേഷം കവർ എടുത്ത് പുറത്തേക്ക് കളയുകയാണ്. അപ്പോഴത്തെ അദ്ദേഹത്തിന്റെ സ്വഭാവവും അദ്ദേഹത്തിന്റെ പെരുമാറ്റത്തിൽ നിന്നും അദ്ദേഹത്തിന്റെ സംസാരത്തിൽ നിന്നും മേയർക്ക് അങ്ങനെ ഒരു ന്യായമായ സംശയമുണ്ടായി. ആ സംശയം അവർ പൊതുസമൂഹത്തിനോട് പറഞ്ഞു, പോലീസിനോട് പറഞ്ഞു. പരിശോധിച്ചപ്പോൾ ലഹരിയില്ല എന്നുള്ളത് കൊണ്ട് അയാൾ കാണിച്ച ലൈംഗിക ചേഷ്ടകൾ ഇല്ലാതാകുന്നുണ്ടോ? ലഹരി ഇല്ല എന്നുള്ളത് കൊണ്ട് അയാൾ നടത്തിയ റാഷ് ആൻഡ് നെഗ്ലിജന്റ് ഡ്രൈവിംഗ് ഇല്ലാതാകുന്നുണ്ടോ? ഒന്ന് ആലോചിച്ച് നോക്കണം. നമ്മുടെ നാട്ടിൽ KSRTC വിജിലൻസ് ഇപ്പോൾ പരിശോധന നടത്തുമ്പോൾ 3 ഡ്രൈവർമാരെ ലഹരിക്കടിമയായി പിടിച്ചപ്പോൾ 15 പേർ ലീവ് എടുക്കുന്ന ഡിപ്പോയുള്ള നാടാണ് നമ്മുടേത്. ആ നാട്ടിലാണ് മേയർ ആ തരത്തിലൊരു ആരോപണം ഉന്നയിച്ചു. ആ ആരോപണത്തിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് അന്വേഷിച്ചപ്പോൾ അയാൾ ലഹരി ഉപയോഗിച്ചിട്ടില്ല. അയാൾ ലഹരി ഉപയോഗിക്കാതെ തന്നെ ആ തരത്തിൽ നികൃഷ്ടമായ ഒരു ആംഗ്യം 2 സ്ത്രീകൾക്ക് നേരെ കാണിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അയാൾ ക്രിമിനലുകളുടെ പട്ടികയിൽ തന്നെ വരുന്നയാളാണ് എന്നുള്ളത് വേണം നമ്മൾ പരിശോധിക്കണം. 3, അദ്ദേഹം പറഞ്ഞ വിഷയം ഡിജിറ്റൽ എവിഡൻസിനെ സംബന്ധിച്ചതാണ്. ഡിജിറ്റൽ എവിഡൻസ് പരിശോധിക്കുമ്പോൾ കേരളത്തിലെ ജനങ്ങൾ കണ്ടില്ലേ, മേയറും മേയറോടൊപ്പമുള്ള ബന്ധുവായ സ്ത്രീയും ആവർത്തിച്ച് ഈ മനുഷ്യനോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്ത് ആംഗ്യമാണ് കാണിച്ചത്, എന്ത് വൃത്തികെട്ട ആംഗ്യമാണ് നിങ്ങൾ കാണിച്ചത് എന്ന് ആവർത്തിച്ച് മേയറും അതോടൊപ്പം അവരുടെ ബന്ധുവായിട്ടുള്ള സ്ത്രീയും ഈ ഡ്രൈവറോട് ചോദിക്കുന്നതിന്റെ ഡിജിറ്റൽ എവിഡൻസ് ഞാൻ കണ്ടു.
എന്തുകൊണ്ടാണ് ഇതിനെയൊക്കെ നമ്മുടെ കേരളത്തിലെ പൊതുസമൂഹം ഇപ്പോൾ പൊളിറ്റിക്കലൈസ് ചെയ്ത് രാഷ്ട്രീയവൽക്കരിച്ചുകൊണ്ട് കാണുന്നത് എന്ന് എനിക്ക് യെസ് പ്രജി, ഞാൻ വരാം. എന്തായാലും ഇത്രയൊക്കെ മതി. ഒരു സാധാരണ നമ്മുടെ വീട്ടിലെ സ്ത്രീകൾക്കെതിരായ ആരെങ്കിലും ഒക്കെ ഇത്തരത്തിൽ കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് പ്രതികരിക്കാനും പരാതി പറയാനും ഒക്കെ ഇത്രയൊക്കെ മതി. പക്ഷേ അത് ആര്യ രാജേന്ദ്രനാകുമ്പോൾ, റോഷ്ന ആൻഡ് റോയ് ആകുമ്പോൾ ഒക്കെ ചിലർക്കൊക്കെ കൂടുതൽ തെളിവുകൾ, ഇനി ആ ആംഗ്യം എന്താണെന്നും കൂടി കണ്ടാലേ പറ്റുള്ളൂ. ആംഗ്യം കാണിച്ചു എന്ന് ചോദിച്ചാൽ പോരാ, ഡിജിറ്റൽ തെളിവ് പോരാ എന്നൊക്കെ പറഞ്ഞാൽ എന്ത് ചെയ്യാനാണ് ഈ നാട്ടിൽ? ഞാൻ വരാം.